2010 ലോകത്തിന്റെ നെറുകയിൽ കിരീടം ചൂടിയതിനു ശേഷം പിന്നീട് വന്ന ലോകവേദികളിൽ സെമി ഫൈനൽ എന്ന സ്വപ്നതീരം കാണാനാകാതെ ഉഴറിയ സ്പാനിഷ് പടയിത തലയെടുപ്പോടെ ആത്മവിശ്വാസത്തിന്റെ കരുത്തുറ്റ ചുവടുകളോടെ സെമി ഫൈനലിലേക്ക് മാർച്ച് ചെയ്തിരിക്കുന്നു. ഇത്തവണ ലൂയിസ് ഡി ലാഫ്യൂന്റെ എന്ന തന്ത്രശാലിയായ ആശാനിക്കീഴിൽ അവർ വന്നിറങ്ങിയിരിക്കുന്നത് വെറും ഒരു ടീമായില്ല. എതിരാളികളുടെ നെഞ്ചകം തകർക്കാൻ പോന്ന എല്ലാ പൊസിഷനുകളും അത്രമേൽ ആയുധബലമുള്ള ഒരു ചുവപ്പൻ കൊടുങ്കാറ്റായാണ്. ടൂർണമെന്റിന്റെ തുടക്കം മുതൽ ഓരോ കളി കഴിയുമ്പോഴും തങ്ങളുടെ വീര്യം കൂട്ടിക്കൊണ്ടുവന്ന സ്പെയിനിന്റെ ആധികാരികമായ ആധിപത്യമാണ് ബെൽജിയത്തിനെതിരെയുള്ള ക്വാർട്ടർ പോരാട്ടത്തിലും ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചത്. മൈതാനത്ത് വിസ്മയങ്ങൾ തീർക്കുന്ന രണ്ട് വമ്പന്മാർ നേർക്കുനേർ വന്നപ്പോൾ പോരാട്ടം അക്ഷരാർത്ഥത്തിൽ തീ പാർന്നതായിരുന്നു. പതിവ് പോലെ പന്തിന്റെ നിയന്ത്രണം സ്പെയിൻ കൈക്കലാക്കിയപ്പോൾ കിട്ടുന്ന അവസരങ്ങളെല്ലാം മാരകമായ കൗണ്ടർ അറ്റാക്കുകളാക്കി മാറ്റാനായിരുന്നു ബെൽജിയത്തിന്റെ ശ്രമം. എന്നാൽ കളിയുടെ 30-ാം മിനിറ്റിൽ ആ സ്പാനിഷ് മാജിക് പിറന്നു. വലത് വിങ്ങിലൂടെ കാറ്റായി മുന്നേറിയ കൗമാര വിസ്മയം ലെമിൻ യമാൽ പന്ത് പെഡ്രോ പോറോയ്ക്ക് കൈമാറുന്നു. പോറോ നൽകിയ അളന്നു മുറിച്ച പെനാൽറ്റി ബോക്സ് ക്രോസ് ഡാനി ഓൾമോ ഒറ്റ ടച്ചിൽ ഗോൾ ലക്ഷ്യമാക്കി തൊടുത്തു. ബെൽജിയം ഗോളി തീബോ കോട്ടോ അത് തട്ടി അകറ്റിയെങ്കിലും റീബൗണ്ടായി വന്ന പന്തിനെ അസാധ്യമായൊരു ക്രോസ് റേഞ്ച് ഷോട്ടിലൂടെ ഫാബിയൻ റൂയിസ് വലക്കുള്ളിലാക്കി സ്പെയിനിനെ മുന്നിലെത്തിച്ചു. പക്ഷേ തോറ്റുകൊടുക്കാൻ ബെൽജിയവും ഒരുക്കമായിരുന്നില്ല. അടിക്ക് തിരിച്ചടി എന്നോണം കളിയുടെ 40-ാം മിനിറ്റിൽ അവർ തിരിച്ചടിച്ചു. വലത് വിങ്ങിൽ നിന്ന് തിമോത്തി കസ്റ്റിയാനോ തൊടുത്ത മനോഹരമായൊരു ക്രോസ് സ്പാനിഷ് പ്രതിരോധ താരം പൗ കുബാർസിയെ വായിൽ വെട്ടിച്ച് ചാസ് ഡിക്കറ്റിലാരെ ഉഗ്രനൊരു ഹെഡറിലൂടെ സ്പാനിഷ് വലയിലെത്തിച്ചു. അതോടെ ഉനൈ സിമോൺ കാത്തു സൂക്ഷിച്ച ക്ലീൻ ഷീറ്റിന്റെ ചീട്ടുകൊട്ടാരം അവിടെ തകർന്നു. കഴിഞ്ഞ 5 മത്സരങ്ങളിൽ ഒരു ഗോൾ പോലും വഴങ്ങാതെ കുതിച്ച സ്പെയിനിന്റെ കോട്ടയ്ക്ക് ഏറ്റ ആദ്യ പ്രഹരമായിരുന്നു അത്. എങ്കിലും സ്പെയിൻ കളം വിട്ടുകൊടുത്തില്ല. അവരുടെ നിരന്തരമായ ഗോൾ ശ്രമങ്ങൾ പലതും കോട്ടോയുടെ അസാമാന്യ സേവുകളിലാണ് അവസാനിച്ചത്. രണ്ടാം പകുതിയിൽ കളി കൂടുതൽ ചൂടുപിടിച്ചു. ഇതിനിടയിൽ ബെൽജിയത്തിന് വലിയൊരു തിരിച്ചടിയായി ഗോൾ കീപ്പർ കോർട്ടോ പരിക്കേറ്റ് പുറത്താവുകയും സെന്നെ ലെമൻസ് പകരക്കാരനായി ഗ്ലൗസ് അണിയുകയും ചെയ്തു. തുടർന്ന് കളി പൂർണ്ണമായും ബെൽജിയത്തിന്റെ ബോക്സിനുള്ളിലേക്ക് ചുരുങ്ങി. ഒടുവിൽ കാത്തിരുന്ന ആ നിമിഷം കളിയുടെ 88-ാം മിനിറ്റിൽ പിറന്നു. ബോക്സിന് വെളിയിൽ നിന്ന് പൗ കുബാർസി തൊടുത്ത നെടുനീളൻ ഷോട്ട് കൈയിലൊതുക്കാൻ ഗോളി ലെമൻ ശ്രമിച്ചെങ്കിലും പിഴച്ചു. കൈകളിൽ നിന്ന് വഴുതിയ പന്തിലേക്ക് പരുന്തിനെ പോലെ പാഞ്ഞെടുത്ത് സൂപ്പർ സബ് മൈക്കൽ മെറീനോ അത് അനായാസം വലയിലേക്ക് വഴിതിരിച്ചുവിട്ട് സ്പെയിനിന്റെ വിജയമുറപ്പിച്ചു. ഇനി സെമി ഫൈനലിൽ സ്പെയിനിനെ കാത്തിരിക്കുന്നത് മറ്റൊരു കരുത്തരായ ഫ്രാൻസ് ആണ്. ഈ ടൂർണമെന്റിൽ ഉടനീളം തങ്ങളുടെ പൂർണ്ണ ആധിപത്യം തെളിയിച്ച അപരാജിത കുതിപ്പ് നടത്തുന്ന 2 ലോകോത്തര ശക്തികൾ നേർക്കുനേർ വരുമ്പോൾ അതൊരു സെമി ഫൈനൽ മത്സരമായിരിക്കില്ല, മറിച്ച് ഫൈനലിനെ പോലും വെല്ലുന്ന ഒരു മഹാ പോരാട്ടമായിരിക്കും.